ഈ അനുഗ്രഹീതമായ പ്രത്യേക സമയത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇതിൽ സംബന്ധിക്കുന്ന ബഹുമാന്യരായ കർത്താവിന്റെ ദാസന്മാർക്കും ദൈവജനത്തിനും പ്രായഭേദം കൂടാതെ ക്രിസ്തീയ വന്ദനങ്ങളെ അറിയിക്കുന്നു. അവിടെവിടങ്ങളിലായി നമ്മെ പരിപാലിക്കുന്ന ഇമ്മാനുവേലിന്റെ വിരിക്കപ്പെട്ട ചിറകനായി ദൈവത്തിന് സ്തോത്രം. മേലിലും രാത്രിയിലും പകലും പറക്കുന്ന സകല അസ്ത്രങ്ങളിൽ നിന്നും ശത്രുവിന്റെ ആക്രമണങ്ങളിൽ നിന്നും വിടിവിപ്പാൻ കഴിവുള്ള അത്യുന്നതന്റെ മറവിൽ വസിപ്പാൻ, സർവശക്തന്റെ നിഴലിന് കീഴിൽ പാർക്കുവാൻ ദൈവം നമുക്കേവർക്കും കൃപ നൽകട്ടെ എന്ന് ദൈവത്തോട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ചിന്തിച്ചു വരുന്ന ദൈവവചന ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നു. നാം വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളെയാണ് വിചിന്തനം ചെയ്യുന്നത്. അവിടെ 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, മരിച്ചവരുടെ ഉയർപ്പിനെ കുറിച്ചും അതുപോലെ അവർ ന്യായാസനങ്ങളിൽ ഇരുന്നു കൊണ്ട് ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴുന്നതിനെ കുറിച്ചും. അതിൽ നിന്ന് നമ്മൾ ന്യായവിധികൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇപ്പോൾ പഠിക്കുന്നത്. വിവിധ ഉയർത്തെഴുന്നേൽപ്പുകൾ ഉള്ളതായിട്ട് നമ്മൾ കണ്ടു. അതുപോലെ വിവിധ ന്യായവിധികളും ഉണ്ട്. ന്യായവിധികളെ കുറിച്ചുള്ള വേദപുസ്തക പഠനം പല നിലകളിലുണ്ട്. പല നിലകളിൽ എന്ന് പറയുമ്പോൾ പ്രീ ആഡമിക് ജഡ്ജ്മെന്റ്സ്, then judgment of the Adamic world, then pre-Exodus judgments, pre-flood, post-Exodus, ഇങ്ങനെ ഒത്തിരി രീതികളിൽ അതിനെ തരം തിരിച്ച് പതിവുണ്ട്. നമ്മൾ പക്ഷേ ആ നിലകളിലേക്ക് പോകുന്നില്ല. ആദാമിന് മുമ്പുള്ള ലോകത്തെ ന്യായവിധി, ആദാമ്യ ലോകത്തിന്റെ ന്യായവിധി, ജലപ്രളയത്തിന് മുമ്പ് അല്ലെങ്കിൽ നോഹയുടെ കാലത്തെ ന്യായവിധി, പുറപ്പാടിന് ഇസ്രായേലിന്റെ പുറപ്പാടിന്റെ സമയത്തെ ന്യായവിധി, പുറപ്പാടിന് ശേഷമുള്ള ന്യായവിധി, ഇങ്ങനെ പലവിധ ന്യായവിധികളെ കുറിച്ച് തരം തിരിച്ചു പഠിക്കുവാൻ നമുക്ക് സാധിക്കും വേദപുസ്തകത്തിൽ നിന്ന്. അതൊരു വിശാല പഠനമാണ്. പക്ഷെ നമ്മൾ അതിന് മുതിരുന്നില്ല. നമ്മളിവിടെ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടതുപോലെ പ്രധാനപ്പെട്ട 7 ന്യായവിധികളെ മാത്രമാണ് എടുത്ത് ചിന്തിക്കുന്നത്. അതിൽ 2 എണ്ണത്തെ പറ്റി നമ്മൾ ഏകദേശം പഠിച്ചു കഴിഞ്ഞു. ഒന്ന്, പാപത്തിന്റെ ന്യായവിധി ക്രൂശിൽ യേശുക്രിസ്തുവിന്റെ ജഡത്തിൽ ദൈവം നിവർത്തിച്ചത്. മറ്റൊന്ന്, നമ്മളുടെ ദൈനംദിന ക്രിസ്തീയ ജീവിതത്തിൽ നാം സ്വയശോധന ചെയ്തുകൊണ്ട് നമ്മെ തന്നെ വിധിക്കേണ്ട സ്വയ ന്യായവിധി. അത് രണ്ടും നമ്മൾ പഠിച്ചു. ഒത്തിരി വിശാലമായിട്ടൊന്നുമല്ല, അത്യാവശ്യത്തിന് വേണ്ടി മാത്രം. ഇനിയുമുള്ളത് 5 ഭാവികാല ന്യായവിധികളാണ്. 5 ഭാവികാല ന്യായവിധി. അതിൽ ഒന്നാമത്തേത് വിശുദ്ധന്മാരുടെ ന്യായവിധി, അല്ലെങ്കിൽ വിശുദ്ധന്മാരുടെ പ്രവൃത്തികളുടെ ന്യായവിധി. എന്നാൽ അതിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് ന്യായവിധിയുടെ പ്രധാനമായ രീതിയെപ്പറ്റി നമ്മൾ ഏറ്റവും ഒടുവിലായിട്ട് ചിന്തിച്ചു. അതിൽ 3 കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. ഒന്ന്, രഹസ്യങ്ങളുടെ വെളിപ്പെടുത്തലാണ്, എക്സ്പോസിങ് ഓഫ് ദ സീക്രട്സ്, അല്ലെങ്കിൽ റിവീലിംഗ് ദ സീക്രട്സ്, മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ, രഹസ്യങ്ങളെ വെളിപ്പെടുത്തുക. മറ്റൊന്നാണ് വെളിപ്പെടുത്തപ്പെട്ടവയെ വിലയിരുത്തുക, ഇവാലുവേഷൻ ഓർ ജഡ്ജ്മെന്റ് ഓഫ് ദ റിവീൽഡ് തിങ്സ്. വെളിപ്പെടുത്തിയ കാര്യങ്ങളെ കുറിച്ചുള്ള അവലോകനമാണ്. വെളിപ്പെട്ടതിനെ അത് ഹൗ വർത്ത് ദേ ആർ ഓർ ദേ വെയർ, അതിൻ്റെ യോഗ്യത, അത് കൊള്ളാവുന്നതോ
അരുതാത്തതോ എന്ന വിലയിരുത്തലാണ്. മൂന്നാമത്തെ ഭാഗത്തിലാണ് പ്രൊനൗൺസിങ് ദ ജഡ്ജ്മെന്റ്, ന്യായവിധിയുടെ പ്രഖ്യാപനം നടക്കുന്നത്. അങ്ങനെ 3 പ്രധാന തലങ്ങളിലായിട്ട്, അല്ലെങ്കിൽ 3 ന്യായവിധിയുടെ വ്യവസ്ഥകളെ, രീതികളെ പറ്റി നമ്മൾ കണ്ടു. അത് എല്ലാ ന്യായവിധികളിലും അങ്ങനെ തന്നെയാണ്. ഈ 7 ആദ്യത്തെ 2 നമ്മൾ ചിന്തിച്ചു. ബാക്കിയുള്ള ഭാവികാല ന്യായവിധികളിൽ 5 നടക്കുവാനിരിക്കുന്ന പൊതുവായ സംഗതിയാണ് ഇത് 3. അത് അല്പം വ്യത്യാസം ഒരുപക്ഷെ വരാൻ സാധ്യതയുള്ളത് ജീവനോടിരിക്കുന്ന ജാതികളെയും ജീവനോടിരിക്കുന്ന ഇസ്രായേൽ രാഷ്ട്രത്തെയും വിധിക്കുന്ന വിധിയിൽ മാത്രമാണ്. അല്ലാതെ ഈ 3 കാര്യങ്ങൾ പൊതുവായി ന്യായവിധിയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതിനുള്ള വാക്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടതുകൊണ്ട് അതിലേക്ക് ഇനി പോകുന്നില്ല. ഇത്രയും നമ്മൾ പഠിച്ചതിൽ എന്തെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഇതിൽ മുൻപോട്ട് പോകാം. ചോദ്യങ്ങളൊന്നും ഇല്ലായികയാൽ നമുക്ക് ഈ വിഷയത്തിൽ മുൻപോട്ട് ചില കാര്യങ്ങൾ കൂടെ ചിന്തിക്കാം. ഞാൻ ആവർത്തിച്ചു പറയുന്നു, നമ്മൾ ഈ ന്യായവിധികളെ കുറിച്ച് ഒത്തിരി വിശാലമായിട്ട് പോകുന്നില്ല. അത്യാവശ്യം നമുക്ക് ഈ വിഷയത്തോടനുബന്ധിച്ച് വേണ്ടതായ കാര്യങ്ങൾ മാത്രമാണ് ചിന്തിക്കുന്നത്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചോദ്യവും കൂടെ, പണ്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യവും കൂടെ. ഈ ന്യായവിധിയെക്കുറിച്ചും ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന മരിച്ചവരുടെ ഉയർപ്പ്, ഈ ന്യായവിധികൾ എന്നിവയെക്കുറിച്ചൊക്കെയുള്ള നമ്മുടെ പഠനം, ഇത് ഒരു നഴ്സറി ലെവലാണോ അതോ ഒരു യൂണിവേഴ്സിറ്റി ലെവലാണോ? ഇത് ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാന ഭാഗങ്ങളിൽപ്പെട്ടതാണോ അതോ അങ്ങ് ഒത്തിരി ഉയർന്ന തലത്തിൽപ്പെട്ടതാണോ? നഴ്സറി ലെവൽ. മറ്റെന്തെങ്കിലും, മറ്റാർക്കെങ്കിലും? തെറ്റിയാലും കുഴപ്പമില്ല, ഒന്ന് കൂടെ വന്നാൽ മതി. നഴ്സറി ലെവലിൽ എല്ലാവരും അറിഞ്ഞിരിക്കണം, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ അവിടെ പ്രതിഫലം കുറയും. ഒത്തിരി പേര് ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത് ഇതൊക്കെ അങ്ങ് ഒത്തിരി ഉയർന്ന ആത്മീയതയുടെ തലങ്ങളാണെന്നും അങ്ങ് കോളേജ് യൂണിവേഴ്സിറ്റി ലെവലാണെന്നൊക്കെയാണ്. അല്ല, നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുണ്ട്. ഒന്നും കൂടെ ഈ സമയത്ത് ആ വാക്യം വായിക്കുന്നത് ഉചിതമായിരിക്കും. എബ്രായ ലേഖനം 6:1, ഹീബ്രൂ 6:1. എളുപ്പം. അതുകൊണ്ട് Therefore, let us leave the elementary doctrine of Christ and go on to maturity, not laying down the foundation of repentance from dead works and of faith toward God. Next verse also in English. And of instruction about washings, the laying down of hands, resurrection of the dead, and eternal judgment. 2 words: elementary teachings of Christ. Another word, foundations. 2 വാക്കുകൾ എബ്രായർ 6:1-2 വാക്യങ്ങളിൽ ശ്രദ്ധേയമാണ്. ഒന്ന്, ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള ആദ്യ വചനം വിട്ട്, leaving behind the elementary teachings, Montessori teachings, ആരംഭ
അല്ലെങ്കിൽ ആദ്യ വചനം വിട്ട്. 2, അടിസ്ഥാനം, ഫൗണ്ടേഷൻസ്, അടിസ്ഥാനങ്ങൾ പിന്നെയും ഇടാതെ. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിലെ അടിസ്ഥാന ഉപദേശങ്ങളിൽ 6 കുറിച്ച് ഇവിടെ അപ്പോസ്തലൻ രേഖപ്പെടുത്തുന്നുണ്ട്. 6 അടിസ്ഥാന ഉപദേശങ്ങളെ ഒരുമിച്ച് നമുക്ക് കാണുന്ന 6 ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഏക സ്ഥലം ഇവിടെയാണ്. മറ്റുള്ളതെല്ലാം പലയിടത്തും ചിതറിക്കിടക്കുകയാണ്. അപ്പൊ ഈ അടിസ്ഥാന ഉപദേശങ്ങൾ, അടിസ്ഥാനം പിന്നെയും ഇടാതെ, അതിനെ അപ്പോസ്തലൻ വീണ്ടും വിളിക്കുന്നത് ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള ആദ്യ വചനം വിട്ട്, എലിമെന്ററി ടീച്ചിങ്. ആ 6 ഏറ്റവും ഒടുവിലത്തെ 2 നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്. മരിച്ചവരുടെ പുനരുത്ഥാനം, പിന്നെ നിത്യ ശിക്ഷാവിധി. So resurrection of the dead and eternal judgment. Among these 6, these are the 2 fundamental as well as elementary teachings. ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള ആദ്യ വചനങ്ങളിൽ അടിസ്ഥാനപരമായ 6 രേഖപ്പെടുത്തിയിരിക്കുന്ന എബ്രായർ 6 1-2 വാക്യങ്ങൾ, അതിൻ്റെ ഒടുവിലത്തെ 2 ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന മരിച്ചവരുടെ പുനരുത്ഥാനവും പിന്നെ നിത്യ അല്ലെങ്കിൽ അന്ത്യ ശിക്ഷാവിധി. അതുകൊണ്ട് ഈ പഠനങ്ങൾ അങ്ങ് ഒത്തിരി ആത്മീയത്തിൽ പ്രായമായവരുടേതോ ഒത്തിരി ആത്മീയന്മാരുടേതോ ആയ പഠനമാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ഇത് ക്രിസ്തീയ ജീവിതത്തിന്റെ ആദ്യ വചനങ്ങളാണ്, ആദിപാഠങ്ങളാണ്. പക്ഷേ നമ്മുടെ ഇടയിൽ ഈ വിഷയങ്ങളെ കുറിച്ച് അറിവുള്ളവർ വളരെ ചുരുക്കമാണെന്ന് മാത്രം. ശുശ്രൂഷകന്മാരിൽ പോലും പലർക്കും ഈ വിഷയങ്ങളെ കുറിച്ച് വ്യക്തമായ വേദപുസ്തകാടിസ്ഥാനത്തിലുള്ള ധാരണകളില്ല. അതിനുള്ള കാരണം തന്നെ നമ്മുടെ ഈ തെറ്റായ ധാരണയാണ്. ഇത് അങ്ങ് ഒത്തിരി വലിയവർക്ക്, ഒത്തിരി ആത്മീയത്തിൽ പ്രായമായവർക്ക്, ഒത്തിരി ഉയർന്ന ആത്മീയ നിലവാരമുള്ളവർക്ക് ഒക്കെ ഉള്ളതാണെന്ന ഒരു ധാരണ ശുശ്രൂഷകന്മാരായ ഞങ്ങളുടെ ഇടയിലും സാധാരണ കാണപ്പെടുന്ന ഒരു ചിന്താഗതി. ഒരു യോഗത്തിന് ഒരു പ്രസംഗമൊക്കെ നടത്താനുള്ള മസാല കയ്യിലുണ്ടെങ്കിൽ അത് മതി. സാധാരണ ഉപദേശിക്ക് അതൊക്കെ ആവശ്യമുള്ളൂ. ഒരു സഭായോഗം നടത്തുക, ഒരു ഉപവാസ പ്രാർത്ഥന നടത്തുക, അത്യാവശ്യത്തിന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, അതിനു വേണ്ട ഒരല്പം പ്രസംഗവും കാര്യങ്ങളും ഒക്കെ, അത്രയും മതി എന്നുള്ളൊരു നിലപാടാണ് പലർക്കും. എന്നാൽ ഈ വിധത്തിലുള്ള ഒരു പഠനം, ഈ വിഷയങ്ങളെ കുറിച്ചുള്ള വ്യക്തമായ ധാരണയും പഠനവും പലരും നടത്താനായിട്ട് താല്പര്യപ്പെടാത്തത് അത് നമ്മുടെ നിലവാരത്തിൽപ്പെട്ടതല്ല എന്ന ഒരു തെറ്റായ ധാരണ കൊണ്ടാണ്. അങ്ങനെയല്ല. നാം ശുശ്രൂഷകർ മാത്രമല്ല, എല്ലാ ദൈവമക്കളും ഒരുപോലെ ഈ അടിസ്ഥാന കാര്യങ്ങളെക്കുറിച്ച് ബോധമുള്ളവരായിരിക്കണം എന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. മനസ്സിലാവുന്നുണ്ടല്ലോ? അതുകൊണ്ടാണ് നമ്മളിത് ഒരു ബൈബിൾ സ്കൂളിന്റെ ക്ലാസ് അല്ല, ഇത് പാസ്റ്റേഴ്സിനെ വാർത്തെടുക്കുന്ന ഒരു വേദിയല്ല, സാധാരണ ദൈവമക്കൾ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ ഉൾപ്പെടുന്ന ഒരു വേദിയായിട്ടും കൂടെ ഈ കാര്യങ്ങൾ പഠിക്കുന്നത്. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞ കാര്യവും നിങ്ങൾക്ക് ഓർമ്മ കാണും. ഈ വെളിപ്പാട് പുസ്തകത്തിന്റെ 20, 21, 22 അധ്യായങ്ങളൊക്കെ ഞാനൊരു സ്ഥലത്ത് ശുശ്രൂഷിക്കുന്ന സമയത്ത് ഒരാൾ ഇങ്ങനെ
നോട്ട്സ് ഒക്കെ എഴുതിക്കൊണ്ടിരുന്നതിനിടയിൽ പുറകോട്ട്, താഴെയായിരിക്കുന്നത്, പുറകോട്ട് കയ്യും കൊടുത്ത് ഇങ്ങനെ ഇരുന്നു കുറെ നേരം. ഞാന് ആദ്യം വിചാരിച്ചു കുനിഞ്ഞിരുന്ന് എഴുതിയത് കൊണ്ട് നടു നോക്കാൻ വേണ്ടി ചെയ്തതാണെന്ന്. കുറെ സമയം കഴിഞ്ഞിട്ടും ആള് നൂരുന്നില്ല. അടുത്തിരുന്നവരും ഇദ്ദേഹത്തെ സൂക്ഷിച്ച് ഇങ്ങനെ നോക്കുന്നുണ്ട്. അവരും കൂടെ നോക്കിയപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ആധി കൂടി. എന്നിട്ടും ഇദ്ദേഹം ഒന്ന് തിരിഞ്ഞു വരുന്നില്ല. ഒടുവിൽ ഞാന് ക്ലാസ് നിർത്തി. എന്നിട്ട് അദ്ദേഹത്തെ വിളിച്ചു, ചോദിച്ചു, എന്തു പറ്റി, എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടായോ എന്നറിയാനാ സത്യത്തിൽ ഞാൻ ചോദിച്ചത്. അദ്ദേഹം അപ്പോഴാണ് ഒരു ദീർഘശ്വാസമൊക്കെ വിട്ടൊന്ന് ചിരിച്ച്, അദ്ദേഹം ഒരു പ്രത്യേക രീതിയിൽ ചിരിച്ച് അദ്ദേഹം നേരെ ഇരുന്നിട്ട് പറഞ്ഞു, അല്ല പാസ്റ്ററെ, അസ്വസ്ഥതയൊന്നും തോന്നിയില്ല. ഞാൻ വിചാരിക്കുകയായിരുന്നു പാസ്റ്റർ എന്തിനാ ഇതൊക്കെ ഞങ്ങളെ ഈ പഠിപ്പിക്കുന്നത്. ഞങ്ങളാരും പാസ്റ്റർമാരാകാനുള്ളവരല്ലല്ലോ, പിന്നെന്തിനാ പാസ്റ്റർ ഇതൊക്കെ ഞങ്ങളെ പഠിപ്പിക്കുന്നതെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പോയതാ. ഞാൻ വലിയ കാര്യമായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്ന, ഞാൻ അവിടെ നിന്ന നിപ്പിലങ്ങ് ഘനീഭവിച്ചു പോയി, ഫ്രീസായിപ്പോയി. പെട്ടെന്ന് ഒരു ചോദ്യം ചോദിക്കാൻ എനിക്ക് തോന്നി. ആട്ടെ, ഞാന് ഈ പുസ്തകത്തിന് പുറത്തുനിന്നെന്തെങ്കിലും പഠിപ്പിച്ചോ? ഇല്ല. എന്റെ കയ്യിലിരിക്കുന്ന ഈ പുസ്തകവും പാസ്റ്റർമാരാകാൻ ഉള്ളവരല്ലാത്ത നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പുസ്തകവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇല്ല. അപ്പോൾ പിന്നെ പാസ്റ്റർമാരായാലും അല്ലാത്തവരായാലും ഈ പുസ്തകം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് എഴുതിയിരിക്കുന്നതൊക്കെ നമുക്ക് പഠിക്കാനുള്ളതല്ലേ? അതെ. അങ്ങനെയെങ്കിൽ പിന്നെ പാസ്റ്റർമാരാകാനുള്ളവർക്ക് മാത്രം മതിയോ ഈ വിഷയങ്ങളെ കുറിച്ചുള്ള പരിജ്ഞാനം, അറിവ്, പഠനം? പോരാ, നമുക്കെല്ലാവർക്കും വേണം. അതുകൊണ്ട് ഇത് ഞാൻ മുഖവരയായി പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ വിധ വിഷയങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ കേൾക്കുന്നവർക്കോ അല്ല പിന്നീട് കേൾക്കുന്നവർക്കോ തോന്നിയേക്കാം, ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ പഠിപ്പിക്കുന്നതെന്ന്. ഇത് നാം എല്ലാവരും അറിയേണ്ടതിന്, മനസ്സിലാക്കേണ്ടതിന്, അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടതിന് ഒക്കെയായി ദൈവം നമുക്കെല്ലാവർക്കും വേണ്ടി കൽപ്പിച്ച് തന്നിരിക്കുന്ന വചനത്തിലെ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇത് പാസ്റ്റേഴ്സിന് മാത്രമോ ബൈബിൾ സ്കൂളുകളിൽ മാത്രമോ പ്രത്യേക വിഷയങ്ങൾ പഠിപ്പിക്കുന്നവർക്ക് വേണ്ടി മാത്രമോ ഒന്നും ഉള്ളതല്ല. എല്ലാ ദൈവമക്കളും പൊതുവായി അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാനപരമായ ഉപദേശങ്ങളിൽ പെട്ടതാണ് മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പും നിത്യ ശിക്ഷാവിധി അല്ലെങ്കിൽ ന്യായവിധി എന്നുള്ള വിഷയങ്ങൾ. അതുകൊണ്ടാണ് നമ്മൾ ഇത് പഠിക്കുന്നത്. ഇത് പ്രസംഗിക്കാനും പഠിപ്പിക്കാനും വേണ്ടിയുള്ള ഉദ്ദേശമല്ല. പ്രാഥമികമായി തീർച്ചയായും നമുക്ക് അവസരങ്ങൾ കിട്ടിയാൽ മറ്റുള്ളവരെ ഉപദേശിക്കാം, മറ്റുള്ളവരെ പഠിപ്പിക്കാം. ഈ വിധ വിഷയങ്ങളൊക്കെ പഠിക്കുന്നതും നമുക്ക് ഏറെ ആത്മീയമായിട്ട് പ്രയോജനം ചെയ്യും. ആ ഒരു മുഖവുര പ്രസ്താവനയോടെ നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നാം ഇപ്പോൾ നോക്കാൻ പോകുന്നത് ഭാവിയിൽ നടക്കാനിരിക്കുന്ന 5 ന്യായവിധികളിൽ ആദ്യത്തേതിനെ കുറിച്ചാണ്. അതാണ് വിശുദ്ധന്മാരുടെ ന്യായവിധി, ജഡ്ജ്മെന്റ് ഓഫ് ദ സെയിൻസ്. ജഡ്ജ്മെന്റ് ഓഫ് ദ സെയിൻസ്. ഒരിക്കൽ കൂടെ ഓർത്തുകൊള്ളുക, ദിസ് ഈസ് നോട്ട് കണ്ടംനേഷൻ. ഇത് ശിക്ഷാവിധി അല്ല, ഇത് ന്യായവിധി ആണ്. എന്താണ് ന്യായവിധിയും ശിക്ഷാവിധിയും തമ്മിലുള്ള വ്യത്യാസം? ന്യായവിധിയും ശിക്ഷാവിധിയും തമ്മിലുള്ള പ്രധാനപ്പെട്ട 2-3 വ്യത്യാസങ്ങൾ പറയാം. പലതുണ്ടെങ്കിലും
2-3 പറയാം. ഏറ്റവും ഒന്നാമത് 2 വാക്യങ്ങൾ നമുക്ക് നോക്കാം. 2 കൊരിന്ത്യർ 5:10, 2 Corinthians 5:10. For we must all appear before the judgment seat of Christ, so that each one may receive Enough. Where we have to appear? before the judgment seat of Christ. Before the judgment seat of Christ. ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകും. വെളിപ്പാട് 20:11, 20:11, Revelation. Then I saw a great white throne and him Enough. A great white throne. 2 പദപ്രയോഗങ്ങളാണ് ഇവിടെ നാം കാണുന്നത്. ന്യായവിധിയും ശിക്ഷാവിധിയും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം ഇരിപ്പിടത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും. വിശുദ്ധന്മാരെ ന്യായം വിധിക്കുന്ന ന്യായവിധി, അതാണ് 2 കൊരിന്ത്യർ 5:10. അവിടെ ന്യായാധിപൻ ഒരാൾ തന്നെയാണ് രണ്ടിടത്തും, ക്രിസ്തു. ന്യായാധിപൻ രണ്ടിടത്തും ക്രിസ്തു തന്നെ. എന്നാൽ ഇരിപ്പിടത്തിന് വ്യത്യാസമുണ്ട്. Judge is the same, the resurrected Christ, the glorified Christ, the exalted Christ. ഉയർത്തപ്പെട്ട, മഹത്വീകരിക്കപ്പെട്ട, തേജസ്കരിക്കപ്പെട്ട, ഉയർത്തെഴുന്നേറ്റ മശിഹയാണ് ന്യായാധിപൻ. ബട്ട് the seat is different. രണ്ടിടത്തെയും ഇരിപ്പിടങ്ങൾക്ക് വ്യത്യാസമുണ്ട്. വിശുദ്ധന്മാരെ ന്യായം വിധിക്കുന്നിടത്ത് നാം കാണുന്നത് the judgment seat എന്നാണ്. മറ്റേടത്ത് ത്രോൺ, സിംഹാസനം. കുറെ കൂടെ വ്യക്തമാക്കിയാൽ 2 ഗ്രീക്ക് പദങ്ങൾ ഉപയോഗിക്കാം. The bema seat of Christ. The bema. ഹിന്ദിയിലെ ഭീമ അല്ലെന്ന് മാത്രമേ ഉള്ളൂ. ഹിന്ദിയിലെ ഭീമ എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് എന്ന്. പദം അത് തന്നെ, അർത്ഥം വേറെ. ഭീമ, ഭീമ സീറ്റ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ ന്യായാസനം എന്നതിന് കൊടുത്തിരിക്കുന്നത് ഭീമ സീറ്റ് എന്നാണ്. എന്നാൽ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വായിച്ചത് ത്രോണോസ്, സിംഹാസനം എന്നാണ്. അതിൽ നിന്നാണ് ഇംഗ്ലീഷിലെ ത്രോൺ വന്നിരിക്കുന്നത്. ത്രോണോസ്, THRONOS, ത്രോണോസ്. ത്രോണോസ് എന്ന് പറഞ്ഞാൽ സിംഹാസനം, സിംഹാസനം. ഈ 2 ഇരിപ്പിടങ്ങളിലും ഇരിക്കുന്നത് ഒരേ വ്യക്തിയാണെങ്കിൽ പോലും 2 ഇരിപ്പിടങ്ങളുടെയും ഉദ്ദേശം വ്യത്യസ്തമാണ്. The purpose of these two seats are different, even though the one who sits or one who is sitting on is the same. 2 ഇരിപ്പിടങ്ങളിലും ഇരിക്കുന്നത് ഒരാൾ തന്നെയാകാം, പക്ഷേ 2ന്റെയും ഉദ്ദേശം വേറെയാണ്. അതിലേക്ക് പിന്നീട് മടങ്ങി വരാം.
രണ്ടാമത്തെ വ്യത്യാസം, ഒന്നാമത്തെ വ്യത്യാസം ഇരിപ്പിടത്തിന്റെ വ്യത്യാസമാണ്, സീറ്റിന്റെ വ്യത്യാസമാണ്. ഒന്ന് ബീമാ സീറ്റും മറ്റേത് ത്രോണോസും. അതെന്താണെന്ന് ഞാൻ പിന്നീട് പറയാം. രണ്ടാമത്തെ വ്യത്യാസം രണ്ടിടങ്ങളിലും ന്യായവിധിക്ക് വേണ്ടി വരുന്നവരുടെ വ്യത്യാസമാണ്. The difference of the subjects, the difference of the people who are judged. ഇവിടെ ന്യായവിധിക്ക് വേണ്ടി വരുന്നവരുടെ വ്യത്യാസമാണ് രണ്ടാമത്തേത്. ബീമാ സീറ്റിന്റെ മുമ്പിൽ വരുന്നവർ വിശുദ്ധന്മാരാണ്, ശിക്ഷാവിധി ഒഴിഞ്ഞവരാണ്, പാപമോചനം പ്രാപിച്ചവരാണ്, ജീവപുസ്തകത്തിൽ പേരെഴുതിയിരിക്കുന്നവരാണ്. അതേസമയം ത്രോണോസിന്റെ മുമ്പിൽ, സിംഹാസനത്തിന്റെ മുമ്പിൽ വരുന്നവർ മരിച്ചവരാണ്, അഥവാ ജീവപുസ്തകത്തിൽ പേർ ഇല്ലാത്തവരാണ്, അഥവാ ശിക്ഷാവിധിക്ക് വേണ്ടി നിയമിക്കപ്പെട്ടവരാണ്, ശിക്ഷാവിധി ഒഴിഞ്ഞവരല്ല. ഇപ്പൊ രണ്ടാമത്തെ വ്യത്യാസം, ന്യായവിധിയും ശിക്ഷാവിധിയും തമ്മിലുള്ള രണ്ടാമത്തെ വ്യത്യാസം, അവിടെ ന്യായം വിധിക്കപ്പെടുന്നവരുടെ വ്യത്യാസമാണ്. ന്യായവിധിക്ക് വേണ്ടി അവിടെ വരുന്നവരുടെ വ്യത്യാസമാണ്. ഡിഫറൻസ് ഓഫ് ദ സബ്ജക്ട്സ് who are to be judged. മൂന്നാമത്തെ വ്യത്യാസം, the third key difference between judgment and condemnation. ന്യായവിധിയും ശിക്ഷാവിധിയും തമ്മിലുള്ള മൂന്നാമത്തെ വ്യത്യാസം, the final end of judgment. The final end. അതിനെ വേണമെങ്കിൽ the purpose of judgment എന്ന് വിളിക്കാം. മൂന്നാമത്തെ വ്യത്യാസം ഈ ന്യായവിധിയുടെ ഉദ്ദേശവും അതിൻ്റെ അന്തിമ പരിണാമവുമാണ്. ഉദ്ദേശവും അന്തിമ ലക്ഷ്യം അല്ലെങ്കിൽ അന്തിമ പരിണാമം. The purpose and the final end of these judgments makes the third difference between judgment and condemnation. ന്യായവിധിയും ശിക്ഷാവിധിയും തമ്മിൽ വ്യത്യാസപ്പെടുന്നത് ഈ മൂന്നാമത്തെ വിഷയവും കൂടെ ഉണ്ട്. എന്തുദ്ദേശത്തിന് വേണ്ടി? ഒന്നാമത്തേതിൽ പ്രതിഫല വിഭജനമാണ് ലക്ഷ്യം. ന്യായവിധിയിലെ ലക്ഷ്യം പ്രതിഫല വിഭജനമാണ്. രണ്ടാമത്തേതിലെ ലക്ഷ്യം ശിക്ഷ വിധിക്കപ്പെടുന്നതിനുള്ള, നിത്യശിക്ഷാവിധിക്ക് യോഗ്യരാകുന്നതിനുള്ള വകുപ്പുകൾ പറയുക. ഒന്നാമത്തേതില് പ്രതിഫലം ലഭിക്കുന്നതിന് വേണ്ടിയുള്ളതാണെങ്കിൽ, രണ്ടാമത്തേത് ശിക്ഷ വിധിക്കുന്നതിന് വേണ്ടിയാണ്. വിശുദ്ധന്മാരുടെ ന്യായവിധി എന്തിനു വേണ്ടിയല്ല? ശിക്ഷ വിധിക്കാൻ വേണ്ടിയല്ല. പിന്നെ അവർ ക്രിസ്തുവിലായ ശേഷം അവരുടെ ജീവിതം കൊണ്ട് അവരെന്ത് നേടി, ക്രിസ്തുവിലായ ശേഷം അവർ അവരുടെ ജീവിതം കൊണ്ട് എന്തു നേടി, അതിനനുസരിച്ച് അവർക്ക് പ്രതിഫലം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതേസമയം ശിക്ഷാവിധിയോ അവരുടെ
ജീവിതം കൊണ്ട് അവർ ഏൺ ചെയ്ത, അവരുടെ ജീവിതം കൊണ്ട് അവർ സമ്പാദിച്ച ശിക്ഷാവിധി അവർക്ക് ശമ്പളം അവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. രണ്ടിടത്തും ശമ്പളമാണ് കൊടുക്കുന്നത്. ഒരിടത്ത് പ്രതിഫലമാണെങ്കിൽ മറുഭാഗത്ത് ശിക്ഷാവിധിയാണ് എന്ന് മാത്രം. അപ്പൊ ഈ അടിസ്ഥാനപരമായ 3 വ്യത്യാസങ്ങളെ പറഞ്ഞുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം എന്ന് കരുതുന്നു. സ്തോത്രം. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഒന്നുമില്ല. ശരി. അപ്പോൾ ഈ ഒന്നാമത്തെ ന്യായവിധി, ഭാവിയിൽ നടക്കാനിരിക്കുന്ന ആദ്യത്തെ ന്യായവിധി വിശുദ്ധന്മാരുടെ ന്യായവിധിയാണ്. വിശുദ്ധന്മാരുടെ ന്യായവിധി. ഈ വിശുദ്ധന്മാരുടെ ന്യായവിധി നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപിലാണ്. അതിനെ നമ്മൾ വിളിച്ചത് ബീമാ സീറ്റ് എന്നാണ്. ബീമാ സീറ്റ്. ഈ ബീമാ സീറ്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മൂലഭാഷയിൽ ബീമ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എ സ്റ്റെപ്പ്, ഒരു പടി, എ പേസ്. എ പേസ്. Literally speaking, bima means a foot room. A foot room. ഒരു പാദം വയ്ക്കുന്നതിനുള്ള ഒരു ഉയർന്ന സ്ഥലം എന്നാണ് അതിൻ്റെ അർത്ഥം. ബീമ എന്ന് പറഞ്ഞാൽ അല്പം ഉയർന്ന സ്ഥലം എന്ന് മാത്രമേ ഉള്ളൂ. അല്പം ഉയർന്ന ഒരു സ്ഥലം. അതിനെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ ബീമാ സീറ്റിൽ ഇരിക്കുന്നവർ ആരെയും കുറ്റം വിധിക്കാനിരിക്കുന്നവരല്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഒളിമ്പിക്സ് തുടങ്ങിയുള്ള വേദികളിൽ, ഒളിമ്പിക്സ് ഒക്കെ പണ്ട് മുതലേ, ക്രിസ്തുവിന്റെ ജനനത്തിന് മുമ്പ് മുതലേ ഗ്രീസിൽ നടന്നു വന്ന കാര്യങ്ങളാണെന്ന് നമുക്കറിയാമല്ലോ. ആധുനിക രൂപത്തിൽ ഒരുപക്ഷെ ആയിരുന്നിരിക്കില്ല എന്ന് മാത്രം. അപ്പം അന്നും സ്പോർട്സും ഗെയിംസും ഒക്കെ ധാരാളം ഉണ്ടായിരുന്ന കാലമാണ്. അങ്ങനെ ഈ സ്പോർട്സിലും ഗെയിംസിലുമൊക്കെ വിജയികളാകുന്നവർക്ക് കിരീടങ്ങൾ നൽകുക, അവർക്ക് സമ്മാനങ്ങൾ നൽകുക, അങ്ങനെ ഈ കലാമത്സരങ്ങളിൽ അല്ലെങ്കിൽ കായിക മത്സരങ്ങളിൽ ജയാളികൾക്ക് സമ്മാനദാനത്തിന് വേണ്ടി വരുന്ന അമ്പയേഴ്സ്, റഫറിമാർ, അവരിയ്ക്കുന്ന അല്ലെങ്കിൽ അവർ നിൽക്കുന്ന ആ അല്പം ഉയർന്ന സ്ഥാനത്തിന് പറയുന്ന പേരാണ് ബീമ. The very seat or the very footstool or the very high place of a referee or an umpire who just gives out prizes to the winners. കലാകായിക മത്സരങ്ങളിൽ ജയാളികൾക്ക് സമ്മാനം കൊടുക്കുന്ന റഫറിമാർ, ജഡ്ജസ് ഇരിക്കുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് ബീമ. നമ്മുടെയൊക്കെ സൺഡേ സ്കൂൾ, യുവജന ടാലന്റ് ടെസ്റ്റുകൾ, താലന്ത് പരിശോധനകളിൽ നമ്മൾ പുറത്തു നിന്നുള്ള
2-3 ജഡ്ജസിനെ പൊതുവെ വിളിക്കാറുണ്ട്. 3, 5 എന്നൊക്കെയാ. 3 പേരെയാണ് സാധാരണ നമ്മൾ ക്ഷണിക്കുന്നത്. നമ്മുടെയൊക്കെ ലോക്കൽ സഭകളിലും പ്രാദേശിക സഭകളിലും ഡിസ്ട്രിക്ട് തലങ്ങളിലും സ്റ്റേറ്റ് അങ്ങനെ നിലകളിലൊക്കെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അറിവുള്ളതാണ്. പല സഭകളിലും പ്രാദേശിക സഭകളിൽ പോലും നടക്കുന്നതിന് പുറത്തുനിന്ന് ആൾക്കാരെ വിളിക്കാറുണ്ട്. നമുക്ക് അത്രയ്ക്ക് വിശ്വാസമാണ് നമ്മുടെ ആൾക്കാരെ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതുണ്ടാകാൻ പാടില്ലെന്നാണ് ഞാൻ കരുതുന്നത്. ആ വിഷയത്തിൽ എനിക്ക് വളരെ എന്താണ് പറയുന്നത്, എടുത്തു പറയാൻ പറ്റുന്ന ഒരു ചർച്ചയായിരുന്നു ഞാൻ ശുശ്രൂഷിച്ച കല്യാൺ ചർച്ച്. അവിടെയായിരുന്നു നമ്മുടെ ശിവബ്രദറും സുജ സിസ്റ്ററും ഒക്കെ. അന്ന് ഞാൻ അവിടെ ശുശ്രൂഷിക്കുമ്പോൾ 100 പേരോളം അവിടെ ഉണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളും യുവജനങ്ങളും ഒക്കെ ധാരാളം ഉണ്ടായിരുന്ന ഒരു നല്ല ആക്റ്റീവായ ഒരു സഭയായിരുന്നു. അവിടെ ഇതുപോലെ സൺഡേ സ്കൂളിന്റെയും യുവജനങ്ങളുടെയും ഒക്കെ ടാലന്റ് ടെസ്റ്റ് ലോക്കൽ സഭയിൽ നടക്കാറുണ്ട്. ഞാൻ സജസ്റ്റ് ചെയ്തിരുന്നു, ഞാൻ അവിടെ ചെന്നതിന് ശേഷം 3 വർഷം ഞാൻ അവിടെ ഇരുന്നു. ഞാൻ അഭിപ്രായം പറഞ്ഞിരുന്നു, പല സഭകളിലും ഉള്ളതുപോലെ നമുക്ക് പുറത്തുനിന്ന് ആളിനെ വിളിക്കാം. പക്ഷേ സഹോദരങ്ങൾ പറഞ്ഞു, വേണ്ട, പാസ്റ്ററും നമ്മുടെ ചർച്ചിലെ സഹോദരന്മാരും ഒക്കെ മതി. ഞാൻ പറഞ്ഞു, അന്ന് റൂഫസ് ഇല്ല, ബിജിൻ മാത്രമേ ഉള്ളൂ. അപ്പം അവനും എന്തോ പാട്ട് പാടാനും അതിനൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു, എൻ്റെ മോനും ഇതിനകത്തിലുണ്ട്. അപ്പം ഞാൻ ഫേവറൈറ്റിസം കാണിച്ചെന്നൊന്നും ഇവിടെ അങ്ങനത്തെ പ്രശ്നമില്ല. ഞാൻ പറഞ്ഞു, വളരെ നല്ല കാര്യം. ചർച്ചിലുള്ള സഹോദരങ്ങൾ തന്നെയാണ് ചെയ്തത്. മറ്റു പലയിടത്തും വേറെ എങ്ങും തന്നെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അവരൊറ്റ സഭയിൽ മാത്രമേ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. നമുക്ക് നമ്മുടെ സഹോദരങ്ങളിൽ വിശ്വാസവും വേണം. അപ്പോൾ തന്നെ ആ വിശ്വാസത്തെ മുതലെടുക്കാത്ത വിശ്വസ്തന്മാരായ സഹോദരങ്ങളുമായിരിക്കണം നമ്മൾ. ഇത് രണ്ടും ഉണ്ട്. ഇത് വിശ്വസ്തന്മാരാണെങ്കിലും വിശ്വാസമില്ല, വിശ്വാസം ഉണ്ടെങ്കിലും വിശ്വസ്തന്മാരും അല്ല. അങ്ങനെ വരുമ്പോഴാണ് പ്രശ്നം. പിന്നെ ഏത് ജഡ്ജ്മെന്റിൽ വന്നാലും, മാനുഷികമായിട്ടാണ് പറയുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി മറിഞ്ഞ് വരാൻ സാധ്യതയുണ്ട്. ചിലർ ചിലപ്പോൾ വൈകാരിക ഭാവമൊക്കെ അങ്ങ് കൈക്കൊള്ളും. അതൊന്നും ഇതിൽ പറ്റുന്ന കാര്യങ്ങളല്ല. അതല്ല നമ്മുടെ വിഷയം. ഞാൻ പറഞ്ഞത്, നമ്മുടെ ഇടയിലെ ഈ താലന്ത് പരിശോധനകളിലും ഓരോ പ്രോഗ്രാമും, പ്രസംഗമോ പാട്ടോ കഥ പറച്ചിലോ എന്തായിരുന്നാലും അതിനെയൊക്കെ വിലയിരുത്തി മാർക്ക് കൊടുക്കാൻ, അവർക്ക് സമ്മാനം കൊടുക്കാൻ നമ്മൾ നിയമിക്കുന്ന ജഡ്ജസിനെ അവരിയ്ക്കുന്ന സ്ഥലത്തെ വിളിക്കുന്ന പേരാണ് ബീമ. അപ്പം ഇപ്പം നമ്മുടെ ഒരു കലാപരിപാടിക്ക് ഒരു ജഡ്ജിനെ വിളിച്ചാൽ ചൊവ്വെ പെർഫോം ചെയ്യാത്തവരെ തല്ലാനല്ല വിളിക്കുന്നത്. നീ എന്താടാ ചൊവ്വെ പാടാഞ്ഞെന്നും പറഞ്ഞ് പിടിച്ച് അവനെ തല്ലത്തൊന്നുമില്ല. നീ എന്താ ചൊവ്വെ പ്രസംഗിക്കാഞ്ഞത്, ഇടയ്ക്ക് വെച്ച് ഇട്ടിട്ട് പോയെന്നും പറഞ്ഞ് അവനെ ശകാരിക്കത്തില്ല, വഴക്ക് പറയത്തില്ല. സമ്മാനം ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. നന്നായിട്ട് ചെയ്തവർക്ക് സമ്മാനം കൊടുക്കും, അത്രേ ഉള്ളൂ. ഇവിടെ അതുപോലെ തന്നെ ക്രിസ്തുവിന്റെ ബീമാ സീറ്റ് എന്ന് പറഞ്ഞാൽ, നീ ഇന്ന പോലൊക്കെ ചെയ്തു അതുകൊണ്ട് നിന്നെ നരകത്തിൽ തള്ളുന്നു എന്ന് ശിക്ഷ വിധിക്കാനുള്ളതല്ല. ശിക്ഷ വിധിക്കാനുള്ളതല്ല. പകരം ഒരു വ്യക്തി യേശുക്രിസ്തുവിൽ ആയ ശേഷം അവന്റെ ജീവിതം കൊണ്ട് എന്ത് നിത്യതയ്ക്ക് വേണ്ടി സമ്പാദിച്ചു,
അത് പറയാനാണ്. അത് വെളിപ്പെടുത്തിയിട്ട് സ്തോത്രം തക്കതായ പ്രതിഫലം കൊടുക്കുക. അത് വെളിപ്പെടുത്തിയിട്ട് തക്കതായ പ്രതിഫലം നൽകുക. അതിനുവേണ്ടിയാണ്. അപ്പോൾ ബീമാ സീറ്റ്, അതാണ് നമ്മള് 2 കൊരിന്ത്യർ 5:10 വായിച്ചത്. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും പൗലോസ് ഉൾപ്പെടെയുള്ള വിശുദ്ധന്മാരെ ചേർത്ത് വെച്ചാണ് പറയുന്നത്. നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ വെളിപ്പെടേണ്ടതാകും. ആ ന്യായാസനത്തിന് മുമ്പിൽ വെളിപ്പെടാത്തതായ യാതൊരു കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഇല്ല. എന്നാൽ ഓർക്കുക, ഈ ന്യായാസനത്തിന്റെ മുമ്പിൽ, സിംഹാസനത്തിന്റെ അല്ല, ബീമാ സീറ്റിന്റെ മുമ്പിൽ, ഇനി അതുകൊണ്ട് എളുപ്പത്തിന് വേണ്ടി മനസ്സിലാക്കാൻ ബീമാ സീറ്റ് എന്നായിരിക്കും പറയുക. ഓക്കെ, ഈ ബീമാ സീറ്റിന് മുമ്പിൽ വരുന്ന നമ്മുടെ ആരുടെയും പഴയകാല ചരിത്രം അവിടെ ഒന്നും കാണത്തില്ല. പഴയകാല ചരിത്രം എന്ന് പറഞ്ഞാൽ പ്രീ ക്രിസ്ത്യൻ ഹിസ്റ്ററി, ക്രിസ്തുവിലാകുന്നതിന് മുമ്പുള്ള കാര്യങ്ങൾ ഒന്നുമേ അവിടെ വരില്ല. എത്ര ഹീനമായ ജീവിതം നയിച്ചവരായിരുന്നാൽ, എത്ര അധമമായ പാപങ്ങളിൽ കഴിഞ്ഞിരുന്നവരായിരുന്നാലും, സ്തോത്രം, യേശുവിനെ സ്വീകരിക്കുന്നതിന് മുമ്പുള്ളതൊന്നും കർത്താവ് അവിടെ കണക്കിടുന്നില്ല. സ്തോത്രം. ക്ഷമിക്കപ്പെട്ട പാപങ്ങൾ ഒന്നും അവിടെ കൊണ്ടുവരുന്നില്ല. ക്ഷമിക്കപ്പെട്ട പാപങ്ങൾ, അതായത് നാം ഏറ്റുപറഞ്ഞതും നാം ഉപേക്ഷിച്ചതുമായ പാപങ്ങൾ, the confessed and given up sins are not at all brought before this throne. The forgiven sins are not at all taken into account here in this bema seat. The blood-washed and the blood-bought saints have nothing to fear when we come to this bema seat of Christ. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചവരും വീണ്ടെടുക്കപ്പെട്ടവരുമായ വിശുദ്ധന്മാർക്ക് ഈ ബീമാ സീറ്റിന്റെ അടുക്കൽ വരുമ്പോൾ യാതൊന്നും ഭയപ്പെടുവാനായിട്ടില്ല. കാരണം അവരെ ശിക്ഷ വിധിക്കത്തക്കതുപോലെയുള്ള സകല പാപങ്ങളും കഴുകൽ പെട്ടു കഴിഞ്ഞു, ശുദ്ധീകരിക്കപ്പെട്ടു കഴിഞ്ഞു. അവയെ ഇനിയും കണക്കിലെടുക്കുന്നതേ ഇല്ല. സ്തോത്രം, കണക്കിലെടുക്കുന്നതേ ഇല്ല. അപ്പോസ്തലപ്രവൃത്തികൾ 17:30 ഒന്ന് നോക്കിക്കേ. 17:30 ആക്ട്സ്. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. സ്തോത്രം. അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കുന്നില്ല. മാനസാന്തരപ്പെട്ടു വന്നാൽ അതിനു മുൻപുള്ള കാലങ്ങളെ, അതിനു മുൻപുള്ള പാപങ്ങളെ ദൈവം കണക്കിലെടുക്കുന്നതേയില്ല. ആർക്കും കുറ്റം വിധിക്കാൻ കഴിയാത്തതുപോലെ ദൈവം നമ്മെ നീതീകരിക്കുന്നു. അപ്പോൾ
നീതീകരിക്കപ്പെട്ട, പാപമോചനം പ്രാപിച്ച, പാപങ്ങൾ ക്ഷമിക്കപ്പെട്ട, പാപങ്ങൾ മറയ്ക്കപ്പെട്ട ഒരു വിശുദ്ധന് ഭയലേശമില്ലാതെ അടുത്തു വരുവാൻ കഴിയുന്ന ഒരു ബീമാ സീറ്റാണ് ഈ ക്രിസ്തുവിന്റെ ന്യായാസനം എന്ന് പറയുന്നത്. അവിടെ വിശുദ്ധന്മാരാണ് ന്യായവിധിക്ക് വേണ്ടി അടുത്തു വരുന്നത്, അല്ലെങ്കിൽ വിശുദ്ധന്മാരെയാണ് അവിടെ കൂട്ടിച്ചേർക്കുന്നത്. ഈ വിശുദ്ധന്മാരെന്ന് പറയുന്നവര് നമ്മളിപ്പോ കണ്ടതുപോലെ ദേ ആർ ജസ്റ്റിഫൈഡ്, അവർ നീതീകരിക്കപ്പെട്ടവരാണ്. ദേ ആർ ഫോർഗിവൻ, അവരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടതാണ്. ദേ ആർ ബ്ലഡ് വാഷ്ഡ്, യേശുവിന്റെ രക്തത്താൽ അവർ കഴുകൽപ്പെട്ടവരാണ്. ദേ ആർ ബ്ലഡ് ബോട്ട്, യേശുവിന്റെ രക്തത്താൽ അവർ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ദേ ആർ റിട്ടൺ, their names are written in the book of life. ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളവരാണവർ, ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളവരാണവർ. They are redeemed, അവർ വീണ്ടെടുക്കപ്പെട്ടവരാണ്. They are saved, they are രക്ഷിക്കപ്പെട്ടവരാണ്, അവർ രക്ഷിക്കപ്പെട്ടവരാണ്. സ്തോത്രം. They are saved, saved from the sin, wrath, condemnation. ഓക്കെ, അവര് പാപത്തിൽ നിന്ന്, ദൈവത്തിന്റെ ക്രോധത്തിൽ നിന്ന്, പാപത്തിന്റെ ശിക്ഷാവിധിയിൽ നിന്നൊക്കെ രക്ഷിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് അവർക്ക് ഭയപ്പെടുവാനായിട്ട് ഒന്നുമില്ല. ചില വിഷയങ്ങളിൽ അവർക്ക് ലജ്ജ തോന്നാനിടയുണ്ട്. സ്തോത്രം. അപ്പം രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഉള്ള അവരുടെ യാതൊരു സ്വഭാവമോ പ്രവൃത്തിയോ പാപമോ ഒന്നും അവിടെ കൊണ്ടുവരപ്പെടുന്നില്ല. അതാണ് ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യം. അതുകൊണ്ടാണ് റോമർ 8:9 റോമർ 8:1 നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അപ്പൊ ശിക്ഷാവിധികൾ മാറിയവരാണ് ബീമാ സീറ്റിന്റെ ന്യായവിധിക്കായിട്ട് വരുന്നത്. ശിക്ഷാവിധി മാറിയവരാണ്. സ്തോത്രം. പിന്നെ രക്ഷിക്കപ്പെട്ടതിന് ശേഷമുള്ള നമ്മുടെ ജീവിതം അവിടെ വിലയിരുത്തപ്പെടും. The life after our Christianization, the life after our reconciliation, the life after our salvation experience will be taken into account. അവിടെ കണക്കിലെടുക്കപ്പെടുന്നത് നാം രക്ഷിക്കപ്പെട്ട ശേഷമുള്ള നമ്മുടെ ജീവിതമായിരിക്കും. രക്ഷിക്കപ്പെട്ട ശേഷം, ക്രിസ്തുവിലായ ശേഷമുള്ള നമ്മുടെ ജീവിതം. സ്തോത്രം. ബോത്ത് പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ്, ബോത്ത് വർത്ത് ആൻഡ് അൺവർത്ത്, നല്ലതും തീയതുമായ സകലതും. അതാണ് നമ്മൾ 10-ാം വാക്യത്തിൽ വായിച്ചത്, 2 Corinthians 5:10 വായിച്ചത്. ആ ഓരോരുത്തർ അല്ലെങ്കിൽ അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും. That means whether worth or unworth, യോഗ്യമോ അയോഗ്യമോ ആയത് എന്ന് വെച്ചാൽ പ്രതിഫലം കിട്ടുവാൻ യോഗ്യമായതോ അയോഗ്യമായതോ രണ്ടായാലും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ വെളിപ്പെടുത്തപ്പെടും. അപ്പോൾ
രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഒരാൾ ഒരു പാപം ചെയ്താൽ അവന്റെ പാപം ഈ ന്യായാസനത്തിന്റെ മുമ്പിൽ വെളിപ്പെടുമോ? യെസ് പാസ്റ്റർ. വെളിപ്പെടും. പക്ഷെ അതിനെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാലും വെളിപ്പെടും. Yeah, that is the question. അതിന് നമ്മൾ പരിഹാരം കണ്ടാൽ, നാം അതിനെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ, അതിൽ നിന്ന് നമ്മൾ വിമോചനം പ്രാപിച്ചാൽ, അത് പിന്നീട് ഓർക്കുന്നില്ല. സ്തോത്രം. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചില്ലെങ്കിൽ അവിടെ വരുമോ ഭീമ സീറ്റിൽ? അവിടെയാണ് രണ്ടു തരം പാപങ്ങളെ പറ്റി നമ്മൾ പണ്ടും പഠിച്ചിട്ടുള്ളത്. മരണത്തിനുള്ളതാവും. അതെ, നിത്യതയെ ബാധിക്കുന്ന തരത്തിലെ പാപങ്ങളും നിത്യരക്ഷയെ ബാധിക്കാത്ത തരത്തിലുള്ള പാപങ്ങളും. അത് ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് ഒന്നും ചോദിക്കരുത്. ആ ലിസ്റ്റ് വെച്ച് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യരുത്. ആ പലരും ചോദിക്കാറുണ്ട്, അതാ- അത് ഏതൊക്കെയാ? അതാണോ പാസ്റ്ററെ വർത്ത് ആൻഡ് അൺവർത്ത് എന്ന് പറഞ്ഞ്? ഇല്ല, വർത്ത് ആൻഡ് അൺവർത്ത് വേറെയാ. അതിലേക്ക് നമുക്ക് വരാം. രക്ഷിക്കപ്പെട്ടതിന് ശേഷം നമ്മുടെ രക്ഷയെ ബാധിക്കാത്ത തരം പാപങ്ങളാണ് നാം ചെയ്യുന്നതെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നാം പാപികളായതുകൊണ്ട്, മനുഷ്യർ പാപികളായതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ അറിഞ്ഞും അറിയാതെയും ഒക്കെ പാപങ്ങൾ സംഭവിക്കാം. പാപങ്ങളുടെ ഒരു ലിസ്റ്റ് നമുക്ക് തിരുവെഴുത്തിൽ നിന്നെടുത്താൽ അതിൽ നമ്മുടെ ജീവിതത്തിൽ പല പാപങ്ങളും ഉണ്ടാകും. പല പാപങ്ങളും ഉണ്ടാകും. ഇങ്ങേയറ്റം പ്രാർത്ഥിക്കാതിരിക്കുന്നത് പോലും പാപമാണ്. ഇപ്പൊ നിങ്ങൾ എന്നോട് പറയുക, പാസ്റ്റർ ഇന്ന വിഷയത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ. അപ്പം ഞാൻ പറയുക, ശരി പ്രാർത്ഥിക്കാം. നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാമെന്ന് ഏൽക്കുകയും ചെയ്തു. ഈ പറയുന്നവരോട് എല്ലാവരോടും നമ്മൾ പറയും, തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം കേട്ടോ, പ്രാർത്ഥിക്കാം. നമ്മള് എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ് പ്രാർത്ഥിക്കാം. പക്ഷേ നമ്മൾ ഈ പറയുന്ന വാഗ്ദത്തം വിശ്വസ്തയോടെ ചെയ്യാറുണ്ടോ? പല സമയങ്ങളിലും പല വിഷയങ്ങളിലും അത് ചെയ്യാറില്ല. 2, ഇനി ഇങ്ങോട്ട് പറഞ്ഞില്ലെങ്കിലും അങ്ങോട്ട് വാക്ക് കൊടുത്തില്ലെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കേണ്ട പല കാര്യങ്ങളും ഉണ്ട്. അവരിങ്ങോട്ട് പറയണമെന്നില്ല, നമ്മൾ അങ്ങോട്ട് വാക്ക് കൊടുക്കണമെന്നുമില്ല. പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കേണ്ട പല വിഷയങ്ങളുമുണ്ട്. നമ്മൾ അവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലെങ്കിലും നാം പാപം ചെയ്യുന്നു. സംശയമില്ലല്ലോ ആർക്കും? ഇതില് 1 യോഹന്നാൻ 5-ന്റെ 16, 17 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, മരണത്തിനുള്ള പാപം. അതിലേക്ക് നമുക്ക് പിന്നെ വരാതെ നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ അതല്ല ചിന്തിക്കുന്നത്. അത് നമുക്ക് പിന്നീട് എടുക്കാം. ഓക്കെ. നമ്മൾ പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നത് പോലും പാപമാണെന്ന് തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നു. ശമൂവേൽ പ്രവാചകൻ ഇസ്രായേൽ ജനവുമായിട്ട് സംവാദിക്കുന്ന ഒരു രംഗമുണ്ട് 1 ശമൂവേൽ ആദ്യാധ്യായങ്ങളിൽ. 12-23. വായിച്ചു സുജ, എടുത്ത് വായിച്ചു. ഞാനോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നതിനാൽ യഹോവയോട് പാപം ചെയ്യുവാൻ ഇടവരരുതേ. റെഫറൻസ് ഒന്നും കൂടെ ഉറച്ചു പറഞ്ഞാൽ. 1 ശമൂവേൽ 12:23.
12:23 ഫസ്റ്റ് സാമുവേൽ. ഇസ്രായേലുമായിട്ടൊരു സംവാദമാണ്. ഇസ്രായേൽ രാജാവിനെ ആവശ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഉള്ളൊരു വിഷയത്തിൽ ഒടുവിൽ ഇസ്രായേൽ മൂപ്പന്മാർ വന്നിട്ട് പറയുക, നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കല്ലേ. അപ്പോൾ പറയുന്ന കാര്യമാണ് ശമൂവേൽ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നതിനാൽ യഹോവയോട് പാപം ചെയ്യുവാൻ ഇടയാകരുത്. ദൈവം യിരെമ്യാവിനോട് പറഞ്ഞതുപോലെ നീ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുത്. നീ പ്രാർത്ഥിച്ചാലും ഞാൻ നിന്റെ പ്രാർത്ഥന കേൾക്കയില്ല എന്ന് പറയുന്നത് വരെ നാം പല വിഷയങ്ങൾക്കും വ്യക്തികൾക്കും വേണ്ടി പ്രാർത്ഥിക്കേണ്ടവരാണ്. പ്രാർത്ഥിക്കാതിരിക്കുന്നത് പാപമാണ്. എന്നാൽ പ്രാർത്ഥിച്ചില്ല എന്ന പാപം നമ്മെ നിത്യതയിൽ നിന്ന് അകറ്റുന്നതല്ല. നീ പ്രാർത്ഥിച്ചില്ല അതുകൊണ്ട് നരകത്തിൽ പോ എന്ന് കർത്താവ് നമ്മെ തള്ളിക്കളയില്ല. ഉദാഹരണം പറഞ്ഞതാ. അപ്പൊ ഇതുപോലെയുള്ള പാപങ്ങളുണ്ട്. ചിലപ്പോൾ നിങ്ങൾ എന്നെ വലിയ പ്രാർത്ഥനാ മനുഷ്യനായിട്ടാകാം കാണുന്നത്, പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുന്നയാളെ അല്ല ഇരിക്കും. എന്ന് വെച്ചാൽ വേണ്ടതുപോലെയുള്ള പ്രാർത്ഥനാ ജീവിതം എനിക്കില്ലായിരിക്കും. പിന്നെ ഈ പറയുന്നത് പോലെ നരകത്തിൽ പോകത്തക്ക പാപമൊന്നും അങ്ങനെ ചെയ്യാതെ ഒരു പൊത്തുവരുത്തത്തിൽ ഞാൻ ഇങ്ങനെ അങ്ങ് പോവുകയായിരിക്കും. പക്ഷേ അവിടെ എത്തുമ്പോൾ എൻ്റെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന കൂട്ടത്തിൽ കർത്താവ് പറയും, നിന്നെക്കുറിച്ച് ആൾക്കാരുടെ ധാരണയൊക്കെ നീ വലിയ പ്രാർത്ഥനാ മനുഷ്യനാണെന്നായിരുന്നു, പക്ഷേ നിന്റെ പ്രാർത്ഥനാ ജീവിതം ഇത്രയോ ഉണ്ടായിരുന്നുള്ളൂ. അതെനിക്ക് ലജ്ജയായിരിക്കും. ഇതാണ് വർത്ത് ഓർ അൺവർത്ത് എന്ന് പറയുന്നത്. അപ്പം അതിന്റെ കൂടുതൽ വിശദീകരണം നമുക്ക് പിന്നീട് വരാം. അപ്പോൾ ഇങ്ങനെ മരണത്തിനല്ലാത്ത അല്ലെങ്കിൽ നിത്യതയെ ബാധിക്കാത്ത തരത്തിലെ പാപങ്ങൾ ചെയ്തവർ തീർച്ചയായും ഈ സിംഹാസനത്തിന്റെ മുമ്പിൽ, ഈ ക്രിസ്തുവിന്റെ ബീമാ സീറ്റിന് മുമ്പിലെത്തും. അവർ ക്രമീകരണം പ്രാപിച്ചിട്ടില്ലാത്ത, ശുദ്ധീകരണം പ്രാപിച്ചിട്ടില്ലാത്ത, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിട്ടില്ലാത്ത ജീവിത ബലഹീനതകളും അവിടെ വെളിപ്പെടും. അതുപോലെ തന്നെ മുമ്പ് ചെയ്ത നീതിപ്രവർത്തികൾ അവൻ അതിൽ നിന്നും മാറിപ്പോയാൽ അത് അവന് പ്രയോജനം വരുത്തുന്നതും അല്ലായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാകരുത്? ഏറ്റുപറയാത്തതും ഉപേക്ഷിക്കാത്തതും ആവർത്തിക്കുന്നതുമായ പാപങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അതാണ് മരണത്തിലുള്ള പാപം. സ്തോത്രം. കണ്ടിന്യൂയിങ് ഇൻ സിൻ, സിന്നിങ് ഓൺ, പാപം ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരവസ്ഥ, പാപത്തിൽ തുടരുന്ന ഒരവസ്ഥ. എത്ര ഹീനമായ പാപങ്ങളായാലും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ശുദ്ധീകരണം പ്രാപിച്ചാൽ കർത്താവ് അത് ക്ഷമിക്കുകയും, ക്ഷമിക്കുക മാത്രമല്ല കർത്താവ് അത് മറക്കുകയും ചെയ്യുന്നു. സ്തോത്രം. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. പാപം മറയ്ക്കപ്പെടുകയാണ്. പാപ് ഘാപ്പാ ജാത്താ ഹൈ. അതിനെ പിന്നെ ദൈവം ഓർക്കുന്നില്ല. അതുകൊണ്ട്
നമ്മുടെ ജീവിതം ആ നിലയിൽ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുവാൻ യോഗ്യമായി, അന്ന് നമ്മുടെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുമ്പോൾ നമുക്ക് ലജ്ജിപ്പാൻ ഒന്നുമില്ലാത്തതായി, പകരം കർത്താവ് നമ്മുടെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുമ്പോൾ നമുക്ക് ഇന്നുള്ളതിനേക്കാൾ അധികം മാന്യത ലഭിക്കത്തക്കതുപോലെ നമ്മുടെ ജീവിതം ആയിത്തീരട്ടെ. ക്രൂശിൽ നമ്മുടെ പാപത്തിന്റെ ശിക്ഷ മുഴുവനും ഏറ്റ ദൈവപുത്രനായ ക്രിസ്തുവിനെ നമ്മുടെ രക്ഷിതാവായി, കർത്താവായി, നമ്മുടെ മഹാപുരോഹിതനായി, മധ്യസ്ഥനായി നാം സ്വീകരിച്ച് പരിശുദ്ധാത്മ സഹായത്താലും ദൈവവചനത്തിന്റെ ബലത്താലും പാപത്തെ ജയിച്ച് വിശുദ്ധ ജീവിതം നയിക്കാം. ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിന്ന് ഏറെ പുകഴ്ച പ്രാപിച്ച് പ്രതിഫലങ്ങളെ നിത്യതയ്ക്കായിട്ട് ഏറ്റുവാങ്ങുവാൻ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഒരുക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇവിടെ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും.